Point. ലോകത്തിലെ ഫുട്ബോൾ ക്ലബ്ബുകളുടെ ചരിത്രമാണ് സിലി പോയിന്റിൽ നമ്മൾ അന്വേഷിക്കുന്നത്. ഇന്ന് ചില പ്രശസ്ത ഫുട്ബോൾ ക്ലബ്ബുകളുടെ ചരിത്രം നമുക്ക് ആലോചിക്കാം. ബ്രസീലിൽ ബൊറ്റഫാഗോ എന്നൊരു ക്ലബ്ബുണ്ട്. 1894 ആരംഭിച്ചതാണ് ആ ക്ലബ്ബ്. 1904 മുതൽ ക്ലബ്ബ് ഫുട്ബോളും കളിക്കാൻ തുടങ്ങി. അതായത് 120 വർഷമായി ആ ക്ലബ്ബ് ഫുട്ബോൾ കളിക്കുന്നു. അതിനു മുമ്പ് റഗ്ബിയായിരുന്നു കളിച്ചിരുന്നത്. 1950കളിൽ ഈ ക്ലബ്ബ് മികച്ച താരങ്ങളെ കൊണ്ട് സമ്പന്നമായി. നിൽട്ടൺ സാന്റോസ്, ദിദി, ഗരിഞ്ച, അമെരിൽഡോ, സഗാലോ, പിന്നെ 1970ൽ ജെർസിഞ്ഞോ, പോലോ സെസാർക്കായോ, അങ്ങനെ എത്ര താരങ്ങൾ. ലോകകപ്പ് കളിച്ച ബ്രസീൽ ടീമുകളെ മൊത്തമായി എടുക്കുക, അതായത് പല കാലത്തുള്ള ബ്രസീൽ ടീമുകൾ, അവയിലേക്ക് ഏറ്റവും അധികം താരങ്ങളെ സംഭാവന ചെയ്തത് റിയോ ഡി ജനീറോവിലെ ഈ ക്ലബ്ബ് ആണ്. ഈ ക്ലബ്ബ് ഇപ്പോഴും പ്രസിദ്ധമാണ് ബ്രസീലിൽ. ബ്രസീലിൽ നിന്ന് ഹോളണ്ടിലേക്ക് പോയാൽ അവിടെ യോഹാൻ ക്രൈഫിന്റെ സ്മരണകൾ ഉണർത്തുന്ന വലിയൊരു ക്ലബ്ബുണ്ട്. പേര് അയാക്സ്. ഹോളണ്ടിലെ ആംസ്റ്റർഡാമിലാണ് ഈ ക്ലബ്ബ്. 1900 ആരംഭിച്ച ഈ ക്ലബ്ബിന് 124 കൊല്ലത്തെ ചരിത്രം പറയാനുണ്ട്. ഫ്ലോറിസ് ടെമ്പിൾ, കാറൽ റീസർ, ഹാൻഡെയ്റ്റ്സ് എന്നീ സ്പോർട്സ് പ്രേമികളാണ് ഈ ക്ലബ്ബ് ആരംഭിച്ചത്. 1894 ഈ ക്ലബ്ബ് ആരംഭിക്കാൻ ഒരു ശ്രമം അവർ നടത്തിയെങ്കിലും അത് വിജയിച്ചില്ല. പിന്നീട് 6 വർഷത്തിന് ശേഷം ഈ ക്ലബ്ബ് അവർ തുടങ്ങുക തന്നെ ചെയ്തു. അയാക്സ് എന്ന പേരുള്ള ഗ്രീക്ക് പുരാണത്തിലെ ഒരു യോദ്ധാവിന്റെ പേരാണ് ഈ ക്ലബ്ബിന് അവർ ഇട്ടത്. തുടക്കം മുതൽക്കേ മികച്ച കളിക്ക് പേരുകേട്ട ഈ ക്ലബ്ബ് ലോകം കീഴടക്കിയത് 1970കളുടെ തുടക്കത്തിലായിരുന്നു. അതായിരുന്നു യോഹാൻ ക്രൈഫിന്റെ കാലം. 3 വട്ടം അവർ യൂറോപ്യൻ ചാമ്പ്യന്മാരായി. അതും തുടർച്ചയായി 1970, 71, 71, 72, 72, 73. പിന്നീട് 1994-95 അവർ യൂറോപ്യൻ കിരീടമായ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം അവർ അണിഞ്ഞു. അയാക്സിൽ കളിച്ച ഡച്ച് താരങ്ങളുടെ ഒരു ലിസ്റ്റ് എടുത്താൽ നമ്മൾ അമ്പരന്നു പോകും. യോഹാൻ ക്രൈഫ്, മാർക്കോ വാൻ ബാസ്റ്റൻ, ഫ്രാങ്ക് റൈക്യാർഡ്, ഡെനിസ് ബെർക്യാമ്പ്, ക്ലാരൻസ് സീഡോർഫ്, ഡോണി വാൻ ബീക്ക് തുടങ്ങിയവർ ആ ലിസ്റ്റിലുണ്ട്. ഫുട്ബോളിന്റെ ഈറ്റില്ലമാണ് അർജന്റീന. അവിടെ 5 മുഖ്യ ക്ലബ്ബുകളാണുള്ളത്. റിവർ പ്ലേറ്റ്, ബൊക്ക ജൂനിയേഴ്സ്, റേസിംഗ്, സാൻ ലോറൻസോ, ഇൻഡിപെൻഡിയൻ. അതിലെ ബൊക്ക ജൂനിയേഴ്സ് എന്ന ക്ലബ്ബിനെ കുറിച്ച് പറയാം. ഈ 5 ക്ലബ്ബുകളിൽ റിവർ പ്ലേറ്റും ബൊക്ക ജൂനിയേഴ്സുമാണ് ഏറ്റവും പ്രശസ്തം. ബൊക്ക ജൂനിയേഴ്സിലാണ് കുറച്ചു കാലത്തേക്കെങ്കിലും ഡിഗോ മാറഡോണ കളിച്ചത്. 1981-82 കാലത്തായിരുന്നു അത്. പിന്നീട് 1995-97 കാലത്തും അദ്ദേഹം അവിടെ കളിച്ചു. ബ്യൂണസ് അയേഴ്സിനടുത്തുള്ള ലാ ബൊക്ക എന്ന സ്ഥലത്ത് 1905 ബൊക്ക ജൂനിയേഴ്സ് സ്ഥാപിതമായത്. അതായത് ക്ലബിന് 119 കൊല്ലത്തെ പ്രായം എന്നർത്ഥം. ലോകത്തിലെ പല ക്ലബ്ബുകളും ആരംഭിച്ചത് കുട്ടികളാണ്. ചെറുപ്പക്കാർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ശരിക്കും കുട്ടികൾ തന്നെയായിരുന്നു അവർ. അർജന്റീനയിലെ ഇറ്റലിക്കാരായ കുട്ടികളാണ് ബൊക്ക ജൂനിയേഴ്സ് ആരംഭിച്ചത് 1905. ഇറ്റലിയാണ് ഫുട്ബോളിലെ പ്രതിരോധ കലയുടെ ആചാര്യന്മാർ. ഇറ്റാലിയൻ പ്രതിരോധം അതിന്റെ ഏറ്റവും നല്ല അവസ്ഥയിലെത്തിയാൽ അതിനെ തകർക്കാൻ ലോകത്തിലെ ഒരു ഫോർവേഡിനും കഴിയാറില്ല. പലവട്ടം ഇറ്റലി ലോക ചാമ്പ്യന്മാരായി. അതിന് പിറകിൽ അവരുടെ പ്രതിരോധ നിരയായിരുന്നു. ഇറ്റലിയിലെ ചില മികച്ച ക്ലബ്ബുകളിൽ ഏറ്റവും മികച്ചത് എന്ന് പറയാവുന്നത് യുവാന്റസ് ആണ്. 126 വർഷം മുമ്പ് ഇറ്റലിയിൽ ഈ ക്ലബ്ബ് ആരംഭിച്ചതും കുട്ടികളാണ്. ടൂറിൻ പട്ടണത്തിലെ മാസിമോ ദെബാഗ്ലിയോ ലെസിയം എന്ന സ്കൂളിലെ കുറച്ചു കുട്ടികൾ ക്ലാസ് കട്ട് ചെയ്ത് പുറത്ത് ഇരുന്നിരുന്ന ഒരു ബെഞ്ചിലിരുന്നു. അവിടെ ഇരിക്കുന്നവരിൽ ഒരു കുട്ടിക്ക് ഒരു ആശയം, നമുക്ക് ഒരു ഫുട്ബോൾ ക്ലബ്ബ് തുടങ്ങിയാലോ. ക്ലാസ് കട്ട് ചെയ്ത് പുറത്തു വന്ന സമയത്താണ് ശരിക്കും നല്ല പ്രതിഭ പ്രവർത്തിക്കുന്നത് എന്നറിയാം. എല്ലാവരും കൈയടിച്ച് ആ പ്രമേയം പാസാക്കി. അങ്ങനെയാണ് വിശ്വവിഖ്യാതമായ യുവാന്റസ് ക്ലബ്ബ് ആരംഭിക്കുന്നത്. ആ കുട്ടികൾ ഇരുന്ന ബെഞ്ച് ഇപ്പോഴും ഇറ്റലിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. യുവാന്റസിന്റെ ആദ്യത്തെ ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് നടന്നത് ഈ ബെഞ്ചിലാണ് എന്ന് അവർ പറയും. ഓരോ കാലത്ത് ഇവിടെ കളിച്ച കളിക്കാരുടെ പേര് നോക്കാം. ക്രിസ്ത്യാനോ റൊണാൾഡോ, ലിലിയൻ തുറാം, മിഷായൽ പ്ലാറ്റിനി, പോലോ റോസി, ദിനോസോഫ്, സിനദിൻ സിദാൻ, ഗോൾ കീപ്പർ ബുഫൺ, അലസാൻഡ്രോ ഡെൽ പിയറോ തുടങ്ങിയ മഹാരഥന്മാർ ആ ലിസ്റ്റിൽ പേര് നേടുന്നു. ലോകത്തിലെ കുറച്ച് ക്ലബ്ബുകളെ കുറിച്ച് മാത്രമാണ് ഇന്ന് പറഞ്ഞത്. മിക്കവാറും എല്ലാ ക്ലബ്ബുകളും 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം തുടങ്ങിയവയായിരുന്നു. ഇനി ഇന്ത്യയിലെ ഫുട്ബോൾ ക്ലബ്ബുകളോ? അക്കാര്യം അടുത്ത സില്ലി പോയിന്റിൽ പറയാം. Silly Point.